ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഒരു പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ എന്തായാലും കഴിഞ്ഞ ആഴ്ച ഒരു സ്ഥലത്തോട്ട് പോവാന്ന് വിചാരിച്ചു. ഇത് ഇവനെ കളിപ്പിക്കാനായിട്ട് ആ പാർക്കില്ല പിള്ളേരെ പോവാന്ന് വിചാരിച്ചു. പക്ഷെ പോവാനായിട്ട് വണ്ടി എടുത്തപ്പോഴേക്കും വണ്ടി സ്റ്റാർട്ട് ആവണില്ല. അപ്പൊ ഞങ്ങൾ പിന്നെ നോക്കിയപ്പോഴേക്കും ബാറ്ററിയുടെ എംബളം കാണിച്ചു. പിന്നെ ജംപ് സ്റ്റാർട്ട് ചെയ്ത് സർവീസ് സെന്ററിൽ കൊടുത്ത് നോക്കിയപ്പോഴേക്കും ബാറ്ററി പോയി കിടക്കുവാണ്. അപ്പൊ പുതിയ ബാറ്ററി ഒക്കെ വാങ്ങിച്ച് പിന്നെ എന്റെ ഓഫീസിൽ നല്ല വർക്ക് വന്ന് പിന്നെ അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പൊ ഇന്നൊന്ന് പോവുകയാണ്. ഇന്ന് അത് മാത്രമല്ല, എന്റെ ഫ്രണ്ട് ഇവിടെ ഒരു ചെറിയൊരു കഫേ തുടങ്ങിയിട്ടുണ്ട്. നല്ല എന്റെ കൂടെ വർക്ക് ചെയ്തതാണ്. അവനിപ്പോ കഫേ ബിസിനസ്സിലോട്ട് മാറി. അപ്പൊ ഞങ്ങളൊന്ന് അവിടെ കഫേലൊക്കെ ഒന്ന് പോകാനൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. ഇവന് റെയിൻ കോട്ട് എടുക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികൾ. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അത് കൂട്ട ഭയങ്കര വാശിയായിട്ടുണ്ട്. 2 ആഴ്ചയായിട്ട് ഭയങ്കര വാശിയാ. അപ്പൊ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യണെന്ന്. ഞാൻ വർക്ക് ചെയ്യണതാണ് ഈ കമ്പനിയിൽ, ഹമൻ എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി കമ്പനിയാണ്. പക്ഷെ ഞാൻ അതിന്റെ വേറെ DTS എന്ന് പറഞ്ഞ സെക്ഷനിൽ വർക്ക് ചെയ്യണതാണ്. ഞാനിപ്പോ ഏകദേശം 5-6 വർഷമായി ആ കമ്പനി തന്നെ. എന്റെ വൈഫ് വർക്ക് ചെയ്യണത് അസെഞ്ചറിലാണ്. അവളെ HR വിങ്ങിലാണ്. HR അല്ല പഠിച്ചേക്കണേ, പക്ഷെ എന്നാലും HR വിങ്ങിലാണ് ഫസ്റ്റ് ജോലി കിട്ടിയപ്പോ കയറിയത്. എന്തൊരു ആന്റി മംഗളും അല്ല പുറത്ത്. അതെ, എല്ലാരും ആന്റി അങ്കിളാണ്. ഇതാരാ മുത്താരി ഈ ബോർഡ് ഇങ്ങനെ ആക്കിയ? നേരാക്കത്, നേരാച്ചത്. എന്തോ എന്ത് ചെയ്യാൻ പോണ്? എന്തോ എവിടെ പോണേ? വാവാ എന്തോ എവിടാ? എന്ത് സാധനം? എവിടെ പോണം? ഇവിടെ ദേ ഒരുത്തന്നെ ഇരുന്ന് കുസ്തി കളിക്കണേ. വണ്ടിയുടെ ബാറ്ററി കേടായത് സർവീസ് ഇറക്കി 2 ആഴ്ച തന്നെ ബാറ്ററി പോയി. പിന്നെ ബാറ്ററി സെപ്പറേറ്റ് വാങ്ങിക്കണേ, അതിനും സർവീസിനും. വീട്ടിലെല്ലാവർക്കും ഡൗട്ട് ആയിരുന്നു അവര് മാറ്റി വെച്ചെന്ന്. പക്ഷെ 2-3 വർഷത്തോളം നിന്നല്ല, 2.5 വർഷം 2-3 വർഷത്തോളം നിന്നു. ദൈവമേ, മുത്താരി ഓടണ വണ്ടിയില് മര്യാദക്ക് ഇരിക്കടാ. എന്തൊക്കെ കാണിക്കണത്? കിട്ടിയാ വെള്ളം നിന്നെ അത് വാങ്ങിച്ച് നിന്നെ അതിനകത്ത് കെട്ടിയിടൂടാ. നോക്കിക്കോ, എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? നിന്നെ കെട്ടിയിടട്ടെ ആ ചെയറില്. നോക്കണോ? നോക്കി കുറിച്ചത് ചിരിക്ക. പിന്നെ പിന്നെ എനിക്കും ഉണ്ട് വെള്ളം. എനിക്കും എന്ത് വെള്ളം? കുറിച്ച് കഴിഞ്ഞാ മിഠായ എന്നാ കുറിച്ച് പറയുന്നത്. അല്ല മുത്താരി, മിഠായ. ഇനി ഇവന്റെ മുന്നിൽ ഞങ്ങൾ മിഠായിന്ന് പറയൂല അല്ലെ, ചോക്ലേറ്റ് എന്ന് പറയും. മിഠായ ഇല്ല, ചോക്ലേറ്റ്. മിഠായി ഇല്ല ട്ടാ. മിഠായൊക്കെ ഇനി 1 മാസത്തേക്ക്. ചാടനെ എന്തിനാ? അടച്ചോ. പിന്നെ നമ്മ തുറന്നുതരാം. ഇത് കുടിച്ച് തീർക്കോ വെള്ളം ഇപ്പൊ തന്നെ? അയ്യോ, കുതു വേണ്ട നമുക്ക്. അമ്മിയമ്മോ, അതെന്ത് സാധനം? ആദ്യം കൊട വാങ്ങിക്കാൻ പോണേണ്. ഞങ്ങൾ അവിടെ പോയപ്പോ ഞങ്ങക്ക് അവിടെ പാർക്കിംഗ് ഇല്ല എന്ന് പറഞ്ഞു സെക്യൂരിറ്റി ഗാർഡ്. പക്ഷെ ഒരാള് തൊന്നേന്നും പറഞ്ഞോണ്ട് വാശി പിടിച്ചിട്ട് ഒരാള് കാണവരൊക്കെ അങ്കിള് എന്ന് വിളിച്ചു നടപ്പുണ്ട്. അത് അങ്കിളാണ് അത് ഓടിക്കണത്, മുത്താരി വണ്ടി. ആ, അങ്കിളുടെ വണ്ടിയാണ് അത്. അങ്കിള് വണ്ടി. ആ, അതിനകത്ത് ഇരിക്കണുണ്ടല്ലോ ഒരു അങ്കിള്. അങ്കിൾ ടാറ്റ എന്നാ നിക്കണുണ്ടല്ലോ ഒരാള്. ഒറ്റക്കും പിടിച്ച് നിക്കണേ, ഒരു സപ്പോർട്ടില്ലാണ്ട്. നോക്കിയേ, മുത്താരി ബസ്സിലാണോ? മുത്താരി ഈ ആൾക്കാരെ ബസ്സിലൊക്കെ പിടിച്ചു നിൽക്കൂലേ? പണ്ടൊക്കെ നമ്മള് ബസ്സിൽ പിടിച്ചു നിൽക്കൂലായിരുന്ന അതുപോലെ ഒരുത്തൻ ബസ്സിൽ പിടിച്ചേക്കണേ. കൊച്ചു പുറത്ത് നോക്കണേ. എന്താ പുറത്ത് നോക്കണേ മുത്താരി?
അതെ വണ്ടി ഓടിച്ചു പോയാ അവര്. അയ്യോ വിളിക്ക് ബാന്ന് പറ. എന്താടാ ഒരു നോട്ടം. അപ്പൊ ഞങ്ങൾ ഇന്ന് കിഡ്സ് ക്യാപിറ്റലിൽ വന്നിട്ട് ഇവിടെ ഇന്ന് ഒടുക്കത്തെ തിരക്കാ. ഇവിടെ എന്തോ പാർട്ടി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അതാ ഭയങ്കര തിരക്ക്. ഇവിടെ ഇപ്പൊ ഡാഡേ മോനും കൂടി കേറിയിരിക്കണേ. ഞങ്ങളിപ്പോ എന്താ പറയാ ഇവന്റെ ഫ്രണ്ടിന്റെ കഫേയിലോട്ട് പോവാ. ഞങ്ങളിപ്പോ ഇവിടെ ഒരു വേൾഡ് വാർ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ആദ്യത്തെ കൂടെ ഒരു വേൾഡ് വാർ ഉണ്ടായി. അതും ഇവിടെ എന്താ കരഞ്ഞ് ബഹളുണ്ടാക്കി കളഞ്ഞു കരഞ്ഞ് കാറ് വേണമെന്ന് ബഹളം ഉണ്ടാക്കി അത് അല്ലേ. 2 കാറ് അവന് ഇനിയും കാറ് വേണമായിരുന്നു. അവന് 2 കാറ് പോരെ അവന്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഹരി എന്ന് പറയും. ഞങ്ങൾ ഒരുമിച്ച് കുറേ നാൾ വർക്ക് ചെയ്തിട്ടുള്ള ഇതാണ് എൻ്റെ പുതിയ ബിസിനസ് സംഭവം. ബിസിനസ്സുകാരായതല്ലേ. ഡെന്റിസ്റ്റ് ആണോ? ഇത് എൻ്റെ വൈഫ് കേട്ടോ. കൊച്ച് ഇത് അമ്മ. അതുകൂടെ നല്ല വർക്കായതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ മെനുവിൽ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. നല്ലൊരു വൈബ്, നല്ലൊരു ആംബിയൻസ് അവിടുത്തെ. ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയാലും ഫാമിലിയുടെ കൂടെയൊക്കെ ആയാലും നല്ലോണം ചില്ല് ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ട് തന്നെയാണ്. നല്ല പാർക്കിംഗ് ഒക്കെ ഉണ്ട്, നല്ല സ്പേഷ്യസ് ആണ് അവിടുത്തെ ഏരിയ ഒക്കെ. പിന്നെ അവിടെ ഒരു ചെറിയൊരു ബർഗർ ഷോപ്പുണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ള ബർഗർ ഷോപ്പ് കണ്ടില്ലേ. അപ്പോൾ ഞങ്ങളുടെ ഫുഡൊക്കെ വന്ന് ഞങ്ങൾ ഫ്രൈസും കുറച്ച് മോമോസും പിന്നെ 2 ഫലുദയും ഒരു ചോക്ലേറ്റ് ഷേക്കൊക്കെ ഓർഡർ ചെയ്തിട്ട് അവിടെ എന്താ പറയുക എൻജോയ് ചെയ്യുക. എനിക്ക് അവിടുത്തെ ചോക്ലേറ്റ് ഷേക്ക് ഭയങ്കര ഇഷ്ടമായി. ബിക്കോസ് അതിനകത്ത് ബോബ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബോബ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിന് ഞങ്ങൾ എന്താ പറയുക ഫലുദയിൽ ഐസ്ക്രീമൊക്കെ കൊടുത്തു, കുറച്ച് ഷേക്കൊക്കെ ട്രൈ ചെയ്യാൻ കൊടുത്തു. മോമോസും ഫ്രൈസൊന്നും കൊടുത്തില്ല. ഇവിടെ ഇപ്പം ഞാനും അമ്മയും കൂടി ഇരുന്ന് ആ ഫ്രൈസ് തിന്ന് തീർക്കുക. അവനും അമ്മയും കൂടി കുറച്ചേ കഴിച്ചുള്ളൂ. പക്ഷേ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫ്രൈസ് നല്ലോണം കഴിച്ച്. ഇവിടെ ഇപ്പോൾ ആദ്യം ഐസ്ക്രീമൊക്കെ തിന്ന് ഹൈ ആയിട്ടിരുന്ന് അവിടുത്തെ ഫ്രൂട്ട്സ് ബാസ്ക്കറ്റിലിരുന്ന് കളിക്കുക. വണ്ടിയൊക്കെ കൊണ്ട് അവിടെ ഇട്ടിട്ടുണ്ട്. ആദ്യം അവിടെ ഫുൾ അങ്ങ് സെറ്റായി. എല്ലാം കൊണ്ടോ അപ്പോൾ അത് കൂട്ടാണ് ഞങ്ങൾ മഴയത്ത് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള റെയിൻ കോട്ടൊക്കെ വാങ്ങിച്ചേക്കും കേട്ടാ. അപ്പോൾ ഇനി തലയിലോട്ട് തൊപ്പി മാത്രം അവൻ ഇടൂല. ഇപ്പോൾ ഞങ്ങൾ ഇടിപ്പിച്ച് നോക്കും എങ്ങനെയാണെന്ന്. കറക്റ്റ് സൈസാന്ന് തോന്നുന്നത്. കൈ കുറച്ച് ലോങ്ങാന്ന് തോന്നല്ലേ ഡി? ഇപ്പോൾ മഴ പെയ്താലും പുറത്തോട്ട് ഓടി ഇറക്കലാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്ന് മഴയത്തുനിന്ന് കളിപ്പിച്ചേക്കാൻ വന്നെന്ന് പറയുമ്പോൾ അങ്ങനെ എടുത്താണ്. ഇനി മഴയും കാത്ത് വെയിറ്റ് ചെയ്യണം. പക്ഷേ ഇടിമിന്നൽ പേടിയാട്ടോ, ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഇടിമിന്നൽ എപ്പോഴും പേടി. കാരണം ഒരു പ്രാവശ്യം അവനെ ഒരു പടക്കം പൊട്ടിയപ്പോഴേക്കും പേടിച്ചു പോയി. ആ സൗണ്ട് പിന്നെ അങ്ങനെ കേട്ടപ്പോഴേക്കും പിന്നെ തുടങ്ങി അവന് ഇടിമിന്നലും പടക്കമൊക്കെ പൊട്ടണേക്കുമ്പോൾ പേടിയാണ്. സാവധാനം മാറ്റിയെടുക്കണം പേടിയൊക്കെ. മതി, അത് മതിയടി. നോക്കട്ടെ, ഹൈറ്റ് നോക്കട്ടെ അടി. തല തൊപ്പി ഇടിവിച്ച് തൊപ്പിയിട്. ആണോ? തൊപ്പിടോ, തൊപ്പി. ഹായ്. അവന്റെ കൈ വാതി ഓ അത് കൂട്ടം കളിയാട്ടെ. പുതിയ കാറ് 2 വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള കളികളാണ്.
ഒരു കാർ ഇതും പുതിയത് വാങ്ങിച്ചേക്കണത് ഒരെണ്ണം അതും കൂടെ ആയിട്ട്. കാറാണ് ക്രേസ്, കാറിനോടാണ് ഇപ്പോൾ ക്രേസ്. അപ്പോൾ എന്തായാലും അതുകൊണ്ടൊക്കെ കിടന്ന് ഉറങ്ങി. ഇപ്പോൾ 11 മണി 12 മണിയാകുമ്പോൾ അപ്പോൾ ഞാനും വൈഫും കൂടെ കിടന്ന് ഉറങ്ങാൻ പോവുക. അപ്പോൾ എല്ലാവരും കൂടെ എൻ്റെ ഫ്രണ്ടിൻ്റെ പുതിയ കഫേയിലോട്ട് ചെല്ലുക. നമ്മുടെ വെണ്ണല നയാര പെട്രോൾ പമ്പിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ്. നല്ല പാർക്കിങ്ങൊക്കെ ഉണ്ട്. ഫാമിലി ആയാലും കുറച്ച് യൂത്തന്മാർക്കൊക്കെ ആയാലും അടിപൊളി ഹാങ് ഔട്ട് സ്പോട്ടാണ്. അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുക, എൻജോയ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.